അതെ 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 അതെ. ഇയാൾ എന്തെന്നാണ് വണ്ടിമ കാണിക്കണത്? ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. ഇയാളെന്റെ വണ്ടി കട്ടിട്ടാ. അവിടുന്ന് എന്താടാ? ചേട്ടനല്ലേ വണ്ടി കട്ടിട്ട്? അതൊന്ന് എടുത്ത് വെച്ചിട്ട് പോ. ഒന്ന് പോടാ. ചേട്ടാ മര്യാദക്ക് വണ്ടി എടുത്ത് വെച്ചു, അല്ലെങ്കിൽ ഇനി സീനാവും. ചേട്ടനറിയോ എനിക്ക് ഈ വണ്ടി എങ്ങനെ കിട്ടിയതാന്ന്? രാജുഭായ് നന്നായിട്ട് അടിച്ചു കഴിക്കട്ടോ. നന്നായിട്ട് ചെളിയുണ്ട്, നല്ല ചെളിയുണ്ട് ഇവിടെയൊക്കെ. ഇവനെന്താണ് ഫോൺ എടുക്കാത്തത്? ഇത്ര നേരമായി വണ്ടിയും കൊണ്ടുപോയിട്ട്. മതി അതൊക്കെ വേണ്ടേ? നിന്റെ വണ്ടി ആരോ കൊണ്ടുപോയത്? ആ നന്ദുണച്ചാ, ഇതവന്റെ സ്ഥിരം പരിപാടിയാണ്, വണ്ടിപ്പിരാന്തി. ഒരാളുടെ വണ്ടി ഒരാൾ കൊണ്ടുപോയാലേ കൊണ്ടുപോകുന്ന ആളുടെ സൗകര്യം കഴിഞ്ഞിട്ട് കൊണ്ടുവരും, അല്ലാണ്ട് കിട്ടൂല. മനസ്സിലായ? വിളിക്കണ്ട്. നീ എവിടെ ഉണ്ടാ? എത്ര നേരമായി വണ്ടിയും കൊണ്ടുപോയിട്ട്? പോരാന്ന് പറഞ്ഞാല് അഭിനയിക്കാനാ? ഷോർട്ട് ഫിലിമാ? ആരത്? ബ്രോഡാ? നിങ്ങളെ പ്രാന്തുണ്ടാ? അയാൾക്ക് വട്ടാണ് വട്ട്. എന്നെ കുറെ പെടുത്താൻ നോക്കിയ ആള്. നിങ്ങൾ വന്ന വണ്ടി കൊണ്ട് എത്ര നേരമായത്? അയാൾ നാട്ടില് മുഴുവൻ ആൾക്കാരെ വട്ടാക്കാൻ നടക്കണി, മര്യാദക്ക് പണിക്കും പോവില്ല. നിങ്ങൾ വന്ന എനിക്ക് സമയമില്ലേ തമാശ കളിച്ചടക്കാൻ. ശരി എന്നാല് വേമ്പ വേമ്പ.
കണ്ട സോറി ബ്രോ. എങ്ങോട്ട് വന്നേ? ആ അങ്കിളെ എന്താണ്? ആ മോനെ, എങ്ങനെയുണ്ട് അഭിനയൊക്കെ? ആ അഭിനയം കുഴപ്പമൊന്നുമില്ലപ്പാ. ദേ ഇപ്പൊ ഒരു ലാലേട്ടൻ പടത്തിൽ ഒരു വേഷം കിട്ടിയിട്ടുണ്ട്, അതിന്റെ പുറകെയാണ് ഇപ്പ. നീ മമ്മൂട്ടിയുടെ കൂടെ, മോഹൻലാലിന്റെ കൂടെ, ആരുടെ കൂടെ വേണമെങ്കിലും അഭിനയം, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണോ പറഞ്ഞ? RX 135. അങ്ങനത്തെ ഒരു വണ്ടി അച്ഛനോട് വാങ്ങിച്ചു തരാൻ പറ. അല്ലാതെ എൻ്റെ മോൻ്റെ വണ്ടിയല്ല നിന്റെ ആവശ്യത്തിന് കൊണ്ടുപോകണ്ട. അല്ലെങ്കിൽ ഒരാൾക്ക് സൈക്കിളെങ്കിലും അച്ഛനോട് വാങ്ങിച്ചു തരാൻ പറ. മനസ്സിലായോ? ശരി. എന്റെ മോനെ, ടൂ വീലറിലെന്നും പറഞ്ഞിട്ട് ഒരാളും കളിയാക്കാൻ നിൽക്കണ്ട. ഒരു ടൂ വീലർ മേടിക്കാനുള്ള സാമ്പത്തികമൊക്കെ എനിക്കുണ്ട് മോനെ. നന്ദു, മോനെ കേട്ടാലും കായല്ല. അച്ഛൻ സമയം കളയാണ് കീ ഇങ്ങോട്ട് എടുത്തേ. ടൂ വീലറിന്റെ കീയാണ്. അതിന്റെ സ്പീഡിലൊന്നും പോകരുത്, സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം. അച്ഛാ അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഉച്ചയൊക്കെ പോണോട്ടാ. എന്തൊരു ചുമയാണ് ദൈവമേ. ഇവനിത് എവിടെ പോയി കിടക്കാണ്? എത്ര നേരം മനുഷ്യൻ കാത്തിരിക്കണത്, കളിക്കാൻ പറഞ്ഞു പോയിട്ട്. എന്താടോ നല്ല ചുമയൊക്കെ ഉണ്ടല്ലോ? ആടോ ഒന്നും പറയണ്ടോ, മാറണില്ല. എടോ, ഞാൻ വന്നതേ അടുത്ത ആഴ്ച നമ്മളെ ക്ലബിന്റെ കുറി വട്ടെത്താണ്. പുതിയ കുറിയിൽ തന്നെയും ചേർത്തിട്ടെ. എടോ ചേർത്തിക്കോ, നമുക്കാവുന്ന പോലെ കടക്കാം. അപ്പൊ ശരിയെന്നാ ഞാൻ പോട്ടെ. അച്ഛന്റെ മോൻ ധോണി വരണുണ്ടല്ലോ. അച്ഛന്റെ മോൻ ഏത് കാലിനാണ് പെട കിട്ടിയത്? ഇതൊക്കെ ഡെയിലി ഉള്ളല്ലേ എന്റെ അച്ഛാ. അച്ഛന്റെ ചുമ ഇതുവരെയും കുറവായില്ലേ? എങ്ങനെ ചുമ കുറയാനാണ്?
എനിക്ക് മരുന്ന് മേടിക്കാൻ പറഞ്ഞിട്ട് നീ ടറഫിൽ കളിക്കാൻ പോയില്ലേ? വേഗം പോയി അച്ഛന് മരുന്ന് വാങ്ങിയിട്ട് വാ. ഹലോ, എന്താടാ? ഞാനേ അച്ഛനും മരുന്ന് വാങ്ങാനായിട്ട് മെഡിക്കൽ ഷോപ്പിൽ വന്നതാ. വണ്ടി ഒന്ന് തരാൻ പറ്റുമോ? എടാ, വണ്ടി ഉണ്ട്, അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവണ്ട. ചേട്ടാ വണ്ടി ഒന്ന് തരുമോ? അച്ഛന് മരുന്ന് വാങ്ങാനായിരുന്നു. ഇവിടെ ആണെങ്കിൽ മെഡിക്കൽ ഷോപ്പ് അടച്ചേക്കാണ്. അവൻ മരുന്ന് മേടിക്കാൻ പോയിട്ട് കാണുന്നില്ലല്ലോ. അമ്മേ, അയ്യോ. എവിടെ മോനെ? മോന്റെ കയ്യിലും മരുന്നൊന്നും കാണുന്നില്ല. അച്ഛൻ മെഡിക്കൽ ഷോപ്പാണെങ്കിൽ പൂട്ടി. ബസ് നിന്നിട്ട് ബസ്സും കിട്ടിയില്ല. കുറെ കൂട്ടുകാരന്മാരോട് വണ്ടി ചോദിച്ചു. അവന്മാരാണെങ്കിൽ വണ്ടി തന്നില്ല. എന്നാ കുഴപ്പമില്ല മോനെ, മരുന്ന് നമുക്ക് നാളെ മേടിക്കാം. അച്ഛനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല എനിക്കൊരു വണ്ടി വാങ്ങിച്ചു തരാനായിട്ട്. നമ്മളാവശ്യത്തിന് ഇവിടെ ഒരു വണ്ടി വേണ്ടേ? എത്ര ആൾക്കാരെന്ന് വെച്ച് ഈ തെണ്ടും. എങ്കിലും എന്റെ ആവശ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ എന്റെ അച്ഛ. എടാ നീ അത് ഒരു കാര്യം ചെയ്യ്. അന്വേഷിച്ചിട്ടൊന്ന് വിവരം അറിയിക്കും. എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ അറിയിക്കാട്ടാ. ഓക്കെ. പക്ഷെ ഇവിടെ ഞാൻ വെച്ചിരുന്ന വണ്ടി കാണില്ലല്ലോ. ഇതാരെടുത്തോണ്ട് പോയി? ദേ ഒരാൾ എന്റെ വണ്ടി തള്ളി പോണ്. ഡോ. ഡോ, ഡോ, ഡോ. അവിടുന്ന് അവിടെ നിക്കടോ. എടോ എടോ എടോ, താനെ വിളിക്കണേ എന്റെ വണ്ടി തള്ളി പോണ്. വണ്ടിയാ? ഏത് വണ്ടി? ആരുടെ വണ്ടി? ഡോ, താൻ എടുത്തോണ്ട് പോണത് എന്റെ വണ്ടിയല്ലേ? താൻ എന്ത് കോപ്പിലെ കാട്ടാണ് കാണിക്കുന്നത്? എന്റെ മോന് ഒരു 2 വീലർ വേണം, അതുകൊണ്ടാണ് എടുത്തത്. തന്റെ മോനെ വണ്ടി വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണോ? എന്തൊരടിയാണ് ദുഷ്ടനടിച്ചത്. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. ആ, താനെന്തടോ ഇവിടെ ഇരിക്കണേ? ആടോ, തന്നെയൊക്കെ നോക്കി ഞാൻ ഇറങ്ങിയതാണ്. എടോ, താനെന്താ ഇങ്ങനെട്ട് കാണിക്കണേ? വരുന്ന വഴിക്കൊരു വണ്ടി നോക്കിയതാണ്. ആ, എന്തായാലും തന്നെ കണ്ട നന്നായി. കുറിപ്പൈസ കണ്ടാ സൂക്ഷിക്കണം. എന്നാ ഞാൻ പോട്ടെ. മൊബൈലിൽ കളിക്കാണ്ട് പോയി കേബിൾ അടിച്ചടാ.
ആ ചേട്ടാ ഇരിക്കും. എന്താ പൈസ ഒക്കെ റെഡിയാ? കുറിയൊക്കെ വിളിച്ച് കുറച്ച് പൈസ ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീടിന്റെ വാതിക്കല് എത്രയും പെട്ടെന്ന് സാധനം എത്തിയിരിക്കും. എന്താ പോരെ? ആ പൈസ എന്നാ ശരി, സെറ്റാക്കാം. ഓക്കെ. ചെടികളൊക്കെ നശിച്ച് എന്തൊരു കഷ്ടമാണ്, നിറയെ പുഴുവാണ്. മോനെ, പരീക്ഷയുടെ റിസൾട്ട് എന്തായി? വന്നിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കാണ്. ജയിച്ചാ മതി കേട്ടാ. ജയിച്ച അച്ഛൻ്റെ ഒരു സമ്മാനമുണ്ട്. ഉവ്വ, ആ സുരേഷ് ഏട്ടൻ്റെ ഇടയത്ത് ഉണക്ക പെറോട്ടം പീസ് ഇല്ലാത്ത ചാറല്ലേ? കഴിച്ചിട്ടുണ്ട്, ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അച്ഛാ, തോറ്റല്ലേ? എനിക്കറിയാം നീ തോക്കോന്ന്. തോറ്റതല്ല, ജയിച്ചി. നേരത്തെ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വാട്ടാടാ. ഇക്ക, ആ നന്ദു, എവിടെ പോന്നടാ? ഞാൻ ഇതിലെ പോയപ്പോ ഇക്കാനെ കണ്ടപ്പോ കയറിയതാ. നമ്മളെ എറണാകുളത്തെ കാറ്ററിങ്ങിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു കുറച്ച്, അത് കിട്ടിയെങ്കിൽ കുറച്ച് ഉപകാരമായിരുന്നു. പൈസക്ക് ഇത്തിരി ടൈറ്റ് ആണ്ടാ. അല്ലടാ, നിനക്കെന്താ പൈസക്ക് ഇത്ര അത്യാവശ്യം? ഒരു RX 135 അഡ്വാൻസ് കൊടുക്കാനുണ്ട് ഇക്ക. അതിപ്പോ കൊടുത്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകാറുണ്ട്. അതൊക്കെ റെഡിയാക്കടാ, നീ ടെൻഷൻ അടിക്കണ്ട. ആ ഓക്കെ. ആരതാണ് ഈ മുതല്? അച്ചോയ്, കൊള്ളാല സാധനം. അയ്യോ. അച്ചോയ്, അച്ചോയ്. അച്ഛാ, എന്താ ചേച്ചാ? അച്ഛാ, എന്താ ചേച്ചാ? അച്ഛാ, എന്താ ചേച്ചാ? അച്ഛാ, അച്ഛാ, എന്താ ചേച്ചാ? ജയിച്ചാ മതി കേട്ടാ. ജയിച്ച അച്ഛൻ്റെ ഒരു സമ്മാനമുണ്ട്.